ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ സ്പെഷ്യൽ എന്നല്ലേ, ഇന്നെൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളാണ്. അപ്പം എങ്ങനെ ഞങ്ങൾ ആഘോഷിച്ച് എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. വലിയ രീതിയിൽ ഒരു ആഘോഷമില്ലായിരുന്നു, ഏറ്റവും സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്. കേക്ക് ഇല്ലാത്ത എന്തോ ബർത്ത്ഡേ അല്ലേ എന്ന് പറഞ്ഞ് ആരും വിചാരിക്കേണ്ട, ഈ ഉണ്ടാക്കുന്നത് ഞാനാണ് കേട്ടോ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കി തന്നെയാണ്. അവൻ്റെ വൈഫ്, അതായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫാണ് ഉണ്ടാക്കുന്നത്. നല്ലതായിട്ട് കേക്ക് ഉണ്ടാക്കും. ഏത് വെറൈറ്റി വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസേഷൻ ആണെങ്കിലും അല്ലാതെ അവരുടെ ഇഷ്ടത്തിന്. ഇതിപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്കാണ് ഈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചീപ്പായിട്ടുള്ള കേക്ക് ഉണ്ടാക്കി തന്നാൽ മതി, ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ എനിക്ക് ഉണ്ടാക്കി തന്ന കേക്കാണിത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാണാൻ മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നേ. അപ്പോൾ അവരുണ്ടാക്കിയ കുറച്ച് കേക്ക്സിൻ്റെ മോഡൽ ഞാൻ ഇവിടെ ഇട്ടേക്കാം. ഞാൻ ജസ്റ്റ് ഒരു 5-6 ഇടുന്നുള്ളൂ. ഇതുപോലത്തെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഡെയിലി, അവർക്ക് റിച്ച് കേക്ക്സ് എന്നും പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, അതിൽ ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ബർത്ത്ഡേക്കോ വെഡിങ് ആനിവേഴ്സറി അതുപോലെ എന്ത് വിശേഷങ്ങൾക്ക് വേണമെങ്കിലും കേക്ക്സ് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഞാൻ അവരുടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. അങ്ങനെ ബർത്ത്ഡേ ബേബിക്ക് ഒരു ഡ്രസ്സ് കൂടെ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴുണ്ടടാ, എൻ്റെ ഒരു ഫ്രണ്ട് രാജി, നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും, അവൾക്ക് ഒരേ നിർബന്ധം, അവൾ തന്നെ ബർത്ത്ഡേക്ക് മോന് ഡ്രസ്സ് എടുത്ത് കൊടുക്കും, നിങ്ങൾ എടുക്കേണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധത്തിൽ അവനെ പിടിച്ചുകൊണ്ട് പോയി ഡ്രസ്സൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. അവസാനം അവൾ 2 ജോഡി ഡ്രസ്സാണ് കുഞ്ഞിന് എടുത്ത് കൊടുത്തത്. അവന് മാത്രമല്ല, എനിക്കുള്ളതും അവൾ എടുത്ത് തന്നിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് നൈറ്റിയൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് ശേഷം എനിക്ക് അങ്ങനെ ആരും ഡ്രസ്സൊന്നും എടുത്ത് തന്നിട്ടില്ല. പണ്ട് കല്യാണത്തിന് മുമ്പ് ആൻറ്റിമാരൊക്കെ ഇഷ്ടംപോലെ എല്ലാ വർഷവും ഓണത്തിനും പിറന്നാളിനും ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആരും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് പുതിയതായിട്ട് ഇപ്പോൾ എനിക്കിങ്ങനെ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ, നൈറ്റിയൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഞാൻ ഇച്ചിരി ഇറക്ക കൂടുതലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തയ്ച്ചിട്ട് ഞാൻ ഇട്ട് നോക്കി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ട് ഞാൻ. അതുപോലെ മോനും ഷർട്ടൊക്കെ ഇട്ട് നോക്കി, കറക്റ്റ് പാകമാണ്. അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേക്കൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ 1-2 ഗസ്റ്റൊക്കെ വന്നു. ഇത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു അങ്കിളാണ്. പപ്പായ്ക്ക് സുഖമില്ലാതെ ഇപ്പോൾ ഡയാലിസിസ് ഒക്കെ തുടങ്ങി, പപ്പ നല്ല ക്ഷീണാവസ്ഥയിലാണെന്ന് അറിഞ്ഞിട്ട് പപ്പായെ കാണാൻ വന്നതാണ്. അപ്പോൾ മോന് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് മോൻ സ്വീറ്റൊക്കെ കൊടുത്തപ്പോൾ അങ്കിൾ കുഞ്ഞിന് വേണ്ടി ഇച്ചിരി നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വൈകുന്നേരം, പിറന്നാളിൻ്റെ അന്ന് വൈകുന്നേരം കുഞ്ഞ് സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവനെ പുത്തൻ ഉടുപ്പൊക്കെ ഞാനും അവനും കൂടെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇടിയിപ്പിച്ചു. അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവന് കറക്റ്റ് ഫിറ്റിംഗ് ആണ്. സാധാരണ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒത്തിരി വലുതായി പോകാറുണ്ട്, ഇതിപ്പോൾ അവന് കറക്റ്റ് പാകമാണ്. അവൻ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ട്യൂഷൻ, ഇവിടെ ഞാൻ എല്ലാ ദിവസവും ട്യൂഷൻ എടുക്കുന്നുണ്ട്. അവിടെ അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഓർത്തു എല്ലാവരുമായിട്ട് നമുക്കൊന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ വേറെ ആരെയും ക്ഷണിച്ചില്ല, കാരണം അങ്ങനെ ഒരു ഇത് സെലിബ്രേഷൻ പോലെ ഒന്നും വേണ്ടാന്ന് ഓർത്തിട്ട് ആരെയും ക്ഷണിച്ചില്ല. പക്ഷേ രാജിയെയും കുടുംബത്തെ ക്ഷണിക്കാതിരിക്കാൻ പറ്റിയില്ല. കുഞ്ഞിൻ്റെ പിറന്നാളിനെല്ലാം ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവളെ ക്ഷണിച്ചില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ അവരെ മാത്രം ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അവരെന്തായാലും ഫാമിലി ആയിട്ട് തന്നെ വന്നു. അതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ കുഞ്ഞിന് ഒത്തിരി ഹാപ്പിയായി. അവരെല്ലാം കണ്ടപ്പോൾ കളിക്കാനൊക്കെ ആളായല്ലോ എന്ന് അവന് ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ബർത്ത്ഡേ കേക്ക് മുറിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ട്യൂഷന് വന്ന കുഞ്ഞുങ്ങളെയും കൂടെ ഞങ്ങൾ കൂട്ടി. അവർക്ക് ഒത്തിരി സന്തോഷം, അത്ര നേരം പഠിക്കണ്ടല്ലോ. അങ്ങനെ അവരും ബുക്കെല്ലാം ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ കേക്ക് ഓപ്പൺ ചെയ്യാൻ പോയി. പക്ഷേ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ചേട്ടൻ കേക്ക് മേടിച്ച് ബൈക്കിൽ വെച്ചിട്ട് വേറെ എന്തോ സാധനം മേടിക്കാൻ പോയ സമയത്ത് ട്രാൻസ്പോർട്ട് ബസ് വന്ന് ബൈക്കിനെ അങ്ങ് ഇടിച്ചിട്ടു. അങ്ങനെ ബൈക്ക് മറിഞ്ഞ് വീണു. അപ്പോൾ കേക്ക് ചള്ളിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ എന്തായി കാണുമെന്ന് നല്ല ടെൻഷനാണ്. എല്ലാവരും ഇങ്ങനെ ടെൻഷനായിട്ട് നിന്നാണ് കേക്ക് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ തമ്പുരാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് കേക്കിനൊന്നും പറ്റിയിട്ടില്ല. ഇച്ചിരി ഒരു പൊസിഷൻ മാറിയിരുന്നു എന്നല്ലാതെ ഈ കേക്കിനൊന്നും പറ്റിയില്ല. അതിൽ ഞങ്ങൾ ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ മോനെ ഓർമ്മ വെച്ചേ, പിന്നെ ഇത്രയും ആൾ കൂടി പിറന്നാൾ ആഘോഷിക്കുന്ന ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവൻ്റെ മുഖത്തിലും ഉണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ടായിരുന്നു, ഇത്രയും പേര് എനിക്ക് ബർത്ത്ഡേ വിഷസ് അറിയിച്ച് പാട്ടുപാടി കൈയടിച്ചത് ആദ്യമായിട്ടാണെന്ന്. അപ്പോൾ അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷമായി. കേക്കൊന്നും വാങ്ങിക്കണ്ട, മോനൊന്നും വേണ്ട ബർത്ത്ഡേക്ക് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. ഇപ്പോൾ കേക്ക് വന്നു, ആൾക്കാർ വന്നു, കയ്യടിയായി, വിഷസായി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിന് ഒത്തിരി സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൻ എല്ലാവർക്കും കേക്ക് വായിൽ വെച്ച് തന്നു. ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഞങ്ങൾ അവൻ്റെ പിറന്നാൾ അങ്ങനെ അങ്ങ് ആഘോഷിച്ചു. കുഞ്ഞുങ്ങൾക്ക് പിന്നെ കുറച്ച് മുട്ടായിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് മുട്ടായിയൊക്കെ കൊടുത്തു. അവരുടെ പേരൻസൊക്കെ വന്നു, എല്ലാവരും സന്തോഷമായിട്ട് പിരിഞ്ഞിട്ടുണ്ടേ. ഇതൊക്കെ പോരാഞ്ഞിട്ട് ഗൗതമും അമ്മുക്കുട്ടിയൊക്കെ അജോമോന് ഗിഫ്റ്റുമായിട്ടാണ് വന്നേക്കുന്നത്.
അങ്ങനെ ആഘോഷമൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് എല്ലാവർക്കും സ്വീറ്റും കേക്കും ഒക്കെ കൊടുത്തു. അവരെല്ലാം വീടുകളിൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പോയി കുറച്ച് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ചേട്ടൻ തന്നെ ചിക്കൻ കറിയൊക്കെ വെച്ചു. പക്ഷേ പൊറോട്ട ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചു കേട്ടോ. അങ്ങനെ ചിക്കൻ കറിയും പൊറോട്ടയും ഒക്കെ ആയിട്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഞങ്ങളെല്ലാവരും അത്താഴവും കഴിച്ച് പിന്നെ രാത്രിയായപ്പോൾ അവരവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങനെ അജോമോൻ്റെ 12ാമത്തെ പിറന്നാളും ആഘോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ അജോമോൻ്റെ പിറന്നാൾ വിശേഷം. താങ്ക്സ് ഫോർ വാച്ചിങ്.